അങ്ങനെയുണ്ടല്ലോ ചിലര് നബിദിനത്തിന്റെ അന്ന് ചോറ് കൊടുക്കണ്ട, നമുക്ക് അരി കൊടുക്കാന്ന് പറഞ്ഞ ചിലരില്ലേ. കേട്ടുനോക്കിയാൽ നല്ല ആശയല്ലേ? കാരണം ഓരോരുത്തരുടെ വീട്ടിൽ ആവശ്യമുള്ള വേണേ 10 രൂപ ചൂടാലോ അരി കിട്ടിയാൽ അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അതുപോലെ അവളെ മകളെ കല്യാണത്തിന് പുതിയ പുരണ്ടാക്കിയിട്ട് താമസിക്കുമ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ, നബിദിനം റസൂലുള്ളാഹി നബിദിനം കഴിച്ചിട്ട് ബിരിയാണി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ ഭയങ്കര മാളിക ഉണ്ടാക്കിയിട്ട് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിരിയാണി കൊടുത്തില്ലേ? അള്ളാന്റെ റസൂൽ അങ്ങനെ വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ? അന്ന് പന്തൽ കെട്ടിയിരുന്നോ? അന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി നടത്തിയിരുന്നോ? അവിടെ ഒന്നുമില്ലാത്തൊരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിക്കുമ്പോൾ മാത്രം ആ ചോദ്യം എവിടുന്ന് വന്നു? അവിടെ കൊണ്ടുവന്ന് പാസ്സാക്കുകയാണ്, കമ്മിറ്റിയിൽ പാസ്സാക്കാൻ വേണ്ടി ചിലർ. ഇവിടെ ഒന്നുള്ള കമ്മിറ്റിയെ പറ്റിയല്ലോ കേട്ടോ ഞാൻ പറയുന്നത്. ചിലർ ഉള്ളുകൂടി നമുക്ക് അരി കൊടുത്താൽ എന്താ, എന്നാ പിന്നെ എൻ്റെ മകന്റെ കല്യാണത്തിന് അരി കൊടുക്കുക, എല്ലാവർക്കും അരി കൊടുക്കുക. എന്നാ പിന്നെ എൻ്റെ മകന്റെ കല്യാണത്തിന് അരി കൊടുക്കുക, എല്ലാവർക്കും അരി കൊടുക്കുക. എന്നാ പിന്നെ എൻ്റെ മകന്റെ കല്യാണത്തിന് അരി കൊടുക്കുക, എല്ലാവർക്കും അരി കൊടുക്കുക. നിന്റെ മകളെ കല്യാണത്തിന് അരി കൊടുക്കുക, നിന്റെ പുതിയ പുര കൂടുന്ന ദിവസത്തിൽ അരി കൊടുക്കുക. അത് അവിടെ പാസ്സാക്കിക്കൂടെ നിനക്ക്? ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ നിന്റെ ഈ കുബുദ്ധി വേണോ? നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ നാടുകളിലുള്ള പല സാധാരണക്കാരെയും ചില ആളുകൾ കബളിപ്പിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങൾ ഈ കേട്ടത്. അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വാസികളായ ആളുകളോട് നിർദ്ദേശിച്ച ആരാധനാ കർമ്മങ്ങൾ 2 രൂപത്തിൽ ഉണ്ട്. ഒന്ന്, അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിശ്ചിത സമയവും സന്ദർഭവും നിശ്ചയിച്ചുകൊണ്ട് ഒരു നിശ്ചിത രൂപത്തിലും കോലത്തിലും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ആരാധനകൾ. ഉദാഹരണത്തിന് ഫർദ് നിസ്കാരങ്ങളും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളും നിക്കാഹിനോടനുബന്ധിച്ച് ജനങ്ങളെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം നൽകുക ഒക്കെ ആ ഇനത്തിൽ പെടുന്നു. അഥവാ അത് ഇസ്ലാം നിർദ്ദേശിച്ച അതേ സമയത്ത് അതേ രൂപത്തിലും എണ്ണത്തിലും കോലത്തിലും തന്നെ ചെയ്യണം. അതിൽ മാറ്റം വരുത്താൻ ഒരു മുസ്ലിമിനും നിർവാഹമില്ല. അത് എങ്ങനെയാണോ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണോ സഹാബത്തുൽ കിറാം കാണിച്ചു തന്നിട്ടുള്ളത്, അതുപോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ. രണ്ടാമത്തെ ഇനം മൊത്തത്തിൽ പുണ്യകരമായ ആരാധനാ കർമ്മങ്ങൾ. അവ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അനുസരിച്ച് ഓരോരുത്തരും അവർക്ക് സാധിക്കുന്നത് പോലെ അവരുടെ ആരോഗ്യപരമായ, സാമ്പത്തികമായ, സാമൂഹ്യമായ ചുറ്റുപാടുകൾക്ക് അനുസൃതമായി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ. ഉദാഹരണമായി രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. അത് ഒരു മനുഷ്യന് എത്ര വേണമെങ്കിലും 2 റക്അത്തുകളായി എത്ര ഖുർആൻ ഓതിക്കൊണ്ടും എത്ര നീട്ടിക്കൊണ്ടും നിസ്കരിക്കാം. പക്ഷേ ആ നിസ്കാരത്തിന്റെ രൂപം നമ്മൾ സാധാരണ അറിയപ്പെട്ട രൂപത്തിലായിരിക്കണം. സൂറത്തുൽ ഫാത്തിഹ, റുകൂഅ്, ഇഅ്തിദാൽ, 2 സുജൂദ് തുടങ്ങിയ നിസ്കാരത്തിന്റെ രൂപത്തിന് മാറ്റം വരുത്താത്ത രൂപത്തിൽ എത്ര റക്അത്തുകൾ വേണമെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് രാത്രിയിൽ നിസ്കരിക്കാവുന്നതാണ്. ഒരു സമയത്തും അതിന് പ്രത്യേകിച്ച് വിലക്കില്ല. അതുപോലെ നോമ്പ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയ 2 പെരുന്നാൾ, അയ്യാമു തശ്രീഖ് തുടങ്ങിയ ദിവസങ്ങളിൽ ഒഴികെ ഏത് ദിവസവും മുസ്ലിമായ മനുഷ്യന് നോമ്പനുഷ്ഠിക്കൽ പുണ്യകർമ്മമാണ്. അവ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പ് പോലെ ഒന്നിടവിട്ട ദിവസങ്ങളിലാകുന്നത് പുണ്യകർമ്മമാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അനുഷ്ഠിക്കുകയാണെങ്കിൽ അതും പുണ്യകർമ്മമാണ്. എല്ലാ ദിവസവും ഒരാൾക്ക് സാധിക്കുമെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നതും കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അത് സ്ഥിരമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ആരാധനകളെ പതിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് പലപ്പോഴും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. പക്ഷെ ഒരാൾക്ക് ഉറച്ച തീരുമാനവും നല്ല മനക്കരുത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതും പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടില്ല. എന്നാൽ ഈ രണ്ടാമത്തെ ഇനം ആരാധനകളെ അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പ്രത്യേക സമയമോ സന്ദർഭമോ സാഹചര്യമോ പറയാതെ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മുടെ വകയായി ഏതെങ്കിലും ഒരു സമയത്തോ സ്ഥലത്തോ സന്ദർഭത്തിലോ സാഹചര്യത്തിലോ പ്രത്യേകം സുന്നത്താണ്, അഥവാ നാം ആ നിശ്ചയിക്കുന്ന സമയത്തിന് മറ്റ് സമയങ്ങളെക്കാളും വല്ല മഹത്വവും ഉണ്ട് എന്ന് ചെയ്യുന്ന ആൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയോ
മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയുണ്ടാകുന്ന രൂപത്തിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന മാതൃകായോഗ്യരായ ആളുകളും തുടരപ്പെടേണ്ട ആളുകളാണെന്ന് സമൂഹം ധരിക്കുന്ന ആളുകളും ചെയ്യാൻ പാടില്ല. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി വിശദീകരിച്ച കാര്യം. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക വലിയ മഹത്വമുള്ള കാര്യമാണ്. അത് പ്രത്യേകം ചെല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട് നിസ്കാരത്തിൽ. അതുപോലെ ബാങ്ക് കഴിഞ്ഞ ഉടനെ, വെള്ളിയാഴ്ച രാവും പകലും, ഇങ്ങനെ തുടങ്ങി പല സന്ദർഭങ്ങളിലും സ്വലാത്ത് ചെല്ലാൻ പ്രത്യേക നിർദ്ദേശം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. ആ പ്രത്യേക സന്ദർഭങ്ങളിലെല്ലാം ഇത് ഇവിടെ സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ, മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ, മറ്റുള്ളവർക്കും കൂടി ആ കാര്യം മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ അങ്ങനെ പ്രത്യേകം സ്വലാത്ത് ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ നാം സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇത് ഇവിടെ ചൊല്ലുന്നതിന് മറ്റു സമയങ്ങളിൽ ചൊല്ലുന്നതിനേക്കാളും മഹത്വമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് വിലക്കപ്പെടേണ്ട അനാചാരമായി മാറും എന്ന് ധാരാളം നാം വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഉദാഹരണമായി മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിന്റെ ഫതാവൽ കുബ്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാങ്കിന്റെ തൊട്ടു മുമ്പായി, അതുപോലെ തറാവീഹിന്റെ 2 റക്അത്തുകളുടെ ഇടയിൽ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇത് ഇവിടെ ചൊല്ലുന്നതിന്, ഈ സമയത്ത് ചൊല്ലുന്നതിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ചൊല്ലുന്നതിന് മറ്റു സമയങ്ങളിൽ ചൊല്ലുന്നതിനേക്കാളും ഒരു മഹത്വമുണ്ടെന്ന് നാം വിശ്വസിക്കരുത്. അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. ഇതാണ് ഈ വിഷയത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളായ ഇസ്ബിൻ അബ്ദുസ്സലാം, അബൂ ശാമ, ഇമാം നവവി, ഇബ്നു ഹജർ ഹൈതമി റഹിമഹുമുല്ലാഹ് തുടങ്ങിയ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച അടിസ്ഥാന തത്വം. ഈ തത്വം അനുസരിച്ച് നമുക്ക് പൊതുവായി നിർദ്ദേശിക്കപ്പെട്ട ഏത് കാര്യവും നമുക്ക് ഏത് സമയത്തും ചെയ്യാം. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തിന് പ്രത്യേകത നമ്മൾ കൽപ്പിക്കുകയോ മറ്റുള്ളവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ആ തെറ്റിദ്ധാരണക്ക് പ്രചോദനമാകും. അഥവാ ഇത് ദീനുൽ ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിച്ചതാണ് എന്ന് സമൂഹം തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു വിഷയം നബി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നാം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ പഠിപ്പിക്കലും അറിയിക്കലുമാകും. അത് നബി തങ്ങളുടെ മേൽ കളവ് പറയുന്നതിന് തുല്യമാണ് എന്നാണ് അബൂ ശാമ റഹിമഹുല്ലാഹു ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോകത്തെ പല വിഷയങ്ങളിലും ശഅബാൻ 15 രാത്രിയിൽ ദുആ ചെയ്യുന്നതിന് മഹത്വമുണ്ട്, ഇജാബത്ത് കിട്ടാൻ സാധ്യത കൂടുതലുള്ള രാത്രികളിൽ ഒരു രാത്രിയാണ് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹു വരെ അഭിപ്രായപ്പെട്ടിട്ടും അന്നൊരു നിസ്കാരം പ്രത്യേകം സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടായപ്പോൾ അതിനെ ശികാന്തം എതിർത്തുകൊണ്ട് ബിദ്അത്താനി, ഖബീഹത്താനി, മദ്മൂമത്താനി എന്ന് നിസ്കാരത്തെ സംബന്ധിച്ച്, നിസ്കാരത്തിന്റെ രൂപത്തെക്കുറിച്ചാണ് എന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അങ്ങനെ രൂപത്തെക്കുറിച്ചാണെങ്കിൽ ആ രൂപത്തെക്കുറിച്ചാണ് പറയേണ്ടത്, നിസ്കാരത്തെ സംബന്ധിച്ചല്ല പണ്ഡിതന്മാർ ബിദ്അത്ത് എന്ന് പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് സ്വലാത്തു റഗായിബി ബിദ്അത്ത്, ആ റഗായിബിന്റെ രാത്രികളിൽ നിസ്കരിക്കുന്ന നിസ്കാരം ബിദ്അത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ബാങ്കിന്റെ തൊട്ടു മുമ്പായി ചൊല്ലപ്പെടുന്ന സ്വലാത്ത് ആ സമയത്ത് പ്രത്യേകം സുന്നത്താണ് എന്ന് കരുതിക്കൊണ്ട് ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ് എന്ന് തന്നെ വ്യക്തമായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഏതെങ്കിലും രൂപത്തിന്റെ പ്രശ്നമല്ല, ആ രൂപത്തിന്റെ പ്രശ്നമാണെങ്കിൽ നിസ്കാരം നിർവഹിക്കേണ്ടതാകുന്നു, പക്ഷേ ആ രൂപം പാടില്ല എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അങ്ങനെയല്ല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും രൂപത്തിന് തകരാറുണ്ടെങ്കിൽ ആ രൂപത്തെ വിമർശിച്ചത് നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഇവിടെയൊന്നും അങ്ങനെയല്ല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകളും സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക വലിയ പുണ്യകർമ്മമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആളുകൾക്കുമാകുമ്പോൾ വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിർദ്ദേശിക്കാത്ത രൂപത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ചതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ആവാതെ നാം കൊണ്ടു നടക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ പൊതുവായ നിർദ്ദേശത്തിന്റെ ഭാഗമായി അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ ഒരു ചായയും കടിയും വാങ്ങിക്കൊടുത്താൽ അയാൾക്ക് അതിന് കൂലി കിട്ടും. ജുമ കഴിഞ്ഞ് പോകുന്ന ആളുകൾക്കൊക്കെ ജ്യൂസ് വാങ്ങിക്കൊടുത്താൽ അയാൾക്ക് അതിന് കൂലി കിട്ടും. പക്ഷേ ജുമ കഴിഞ്ഞ് പോകുന്ന ആളുകൾക്കൊക്കെ ജ്യൂസ് കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കരുത്. അതിനുവേണ്ടി നാം ഖുർആൻ ആയത്തുകളും ഹദീസുകളൊന്നും ദുർവ്യാഖ്യാനം ചെയ്യരുത്. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഇത് ദീനിൽ പെട്ട ഒരു പ്രത്യേക കർമ്മമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയാൽ പിന്നീട് അത് തടയപ്പെടണം. അത് തുടരാൻ പറ്റില്ല. കാരണം അത് നബിതങ്ങളുടെ പേരിൽ കളവ് പറയലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടലുമാകുന്നു. ഇതാണ് നമ്മുടെ അടിസ്ഥാന തത്വം. അപ്പോൾ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട്
ഭക്ഷണം കൊടുക്കുന്നതിനെ ചില ആളുകൾ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഭക്ഷണം കൊടുക്കുന്നതുമായി കൂട്ടിക്കുഴച്ച് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് തന്റെ കുടുംബക്കാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഏത് സമയത്തും വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കാം. അതിന് ഇസ്ലാമിൽ പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. അത് കുടുംബബന്ധം ചേർക്കുക, അയൽക്കാരെ സ്നേഹിക്കുക, അയൽക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക തുടങ്ങിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആമായ പൊതുവായ നിർദ്ദേശത്തിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ചെയ്യുമ്പോൾ അത് പുണ്യകർമ്മമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരാരും അതിനെ വിമർശിക്കാറില്ല. പക്ഷേ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു നിർദ്ദേശിക്കാത്തത് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ സഹാബത്തുൽ കിറാമിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടോ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെ വളച്ചൊടിച്ചുകൊണ്ടോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും സമൂഹം ഇത് ചെയ്യാത്ത ആളുകളൊക്കെ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കാത്തവരാണ്, അല്ലെ ദീനിന്റെ ശത്രുക്കളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചില ആളുകൾ, സാധാരണക്കാരായ ആളുകൾ എത്തിക്കുമ്പോൾ അവിടെ മൗനം പാലിക്കാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർക്ക് നിർവാഹമില്ല. അതുകൊണ്ടാണ് ഗൃഹപ്രവേശനം നടക്കുന്ന ദിവസം അയൽക്കാരെയും കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത് വലിയ പുണ്യകർമ്മമാണ് എന്ന് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുർആൻ ആയത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് വിശദീകരിക്കുന്നതായി നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരാളും വിശദീകരിക്കാൻ ഇടയില്ല. അതേസമയം ഇതൊരു ആമായ പലതിന്റെ ഭാഗമായി, പൊതു നിർദ്ദേശത്തിന്റെ ഭാഗമായി കുടുംബബന്ധം ചേർക്കലും സദഖ ചെയ്യലും ഒക്കെ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച നല്ല കാര്യം എന്ന നിലയ്ക്ക് ഒരു സന്തോഷവേളയിൽ ആളുകളെ സന്തോഷിപ്പിക്കുക, അവർക്ക് ഭക്ഷണം നൽകുക എന്ന നിലയ്ക്ക് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ചർച്ചാ വിഷയമായ അനാചാരത്തിൽ പെടുന്നില്ല. പക്ഷേ അവരെ തഖ്സീസാക്കുമ്പോൾ നമുക്കറിയാം, അൽബൈസ് അൽ-അൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥം മഹാനായ അബൂ ശാമ റഹിമഹുല്ലാഹു രചിക്കാനുണ്ടായ സാഹചര്യം മഹാനവറുകൾ വിശദീകരിച്ചത് നാം മുമ്പ് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ശഅബാൻ 15-ന് സലാത്തുർ റഗായിബ് എന്നൊരു ഇബാദത്ത് ചെയ്യുന്നത് പുണ്യകരമാണ് എന്ന രൂപത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ആ തെറ്റിദ്ധാരണ തിരുത്താനും സമാനമായ മറ്റ് തെറ്റിദ്ധാരണകളിലൂടെ വന്നു ചേരുന്ന വിദഅത്തുകളെ ഗണ്ണിക്കാനും വേണ്ടിയാണ്. അതിന്റെ തെളിവുകളുടെ ഭാഗമായിട്ടാണ് അബൂ ശാമ റഹിമഹുല്ലാഹ് ധാരാളം സംഭവങ്ങൾ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിൽ നിന്നും അതുപോലെ സഹാബത്തുൽ കിറാമിൽ നിന്നും താബിഈങ്ങളിൽ നിന്നൊക്കെ എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ സലാത്തുർ റഗായിബ് പാടില്ല എന്ന് നബി തങ്ങൾ വിലക്കിയത് കൊണ്ടല്ല, മറിച്ച് പൊതുവായ ഇത്തരം ദീനുൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വരുന്നു. അഥവാ ദീനുൽ ഇസ്ലാം പ്രത്യേകത കൽപ്പിക്കാത്ത ഒരു സംസ്കാരത്തിന് പ്രത്യേകതയുണ്ടെന്ന് സമൂഹത്തെ ചിലർ തെറ്റിദ്ധരിപ്പിക്കും. ആ തെറ്റിദ്ധാരണ തിരുത്തുക എന്നതാണ് സലാത്തുർ റഗായിബിനെ എതിർക്കലിലൂടെ പണ്ഡിത ലോകം നടത്തിയിട്ടുള്ളത്. അത് സലാത്തുർ റഗായിബിന് മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും ബാധകമാണ് എന്ന് ബാങ്കിന്റെ മുമ്പ് സലാത്ത് ചെല്ലുന്നതിനെ സംബന്ധിച്ചും സൂറത്തുൽ അൻആം അഖീഖത്ത് അറുക്കുന്ന ദിവസം ഓതുന്നതിനെ സംബന്ധിച്ചും അതുപോലെ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ട് തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ചൊക്കെ മഹാന്മാരായ അബൂ ശാമ റഹിമഹുല്ലാഹുവും ഇമാം നവവി റഹിമഹുല്ലാഹുവും ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവും ഒക്കെ റഹിമഹുമുല്ലാഹു വിശദീകരിച്ചത് നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആമായി വന്ന ഒരു നിർദ്ദേശത്തെ ആമിൽ നിർത്തിക്കൊണ്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും വിമർശിക്കേണ്ടതില്ല എന്നും അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ ഹദീസുകൾ വളച്ചൊടിച്ചുകൊണ്ടോ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ സമൂഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തുകയും ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആരാധനാക്രമങ്ങൾ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്യുക എന്ന നിലക്കാണ് റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകം ഭക്ഷണം കൊടുക്കുന്നതും നബി തങ്ങളുടെ മദ്ഹ് പറയുന്നതും സലാത്ത് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരലോകത്തെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ വിമർശിക്കുന്നത്. അല്ലാതെ പൊതു നിർദ്ദേശത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ആളുകൾ ഗൃഹപ്രവേശന ദിവസം ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ദീനീ പ്രചാരണത്തിന് വേണ്ടി പല സംരംഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ ഒരു ഭാഗമായി വാർഷികങ്ങൾ നടത്തുന്നതോ അതല്ലെങ്കിൽ സമ്മേളനങ്ങൾ നടത്തുന്നതോ അതൊന്നും ഒരു പ്രത്യേകം സുന്നത്താണ് എന്ന നിലക്കോ ആ ദിവസങ്ങളിലോ ആ രൂപത്തിലോ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു മഹത്വം മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും മറ്റു രൂപത്തിൽ ചെയ്യുന്നതിനേക്കാളും അധികമായിട്ടുണ്ട് എന്നോ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുമില്ല. അതേ സ്ഥാനത്ത് റബീഉൽ അവ്വലിലെ മൗലിദ് ആഘോഷം അങ്ങനെ അല്ല. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ വ്യക്തി തന്നെ പലപ്പോഴും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇയാളോ ഇയാളുടെ കൂലിയെഴുത്തുകാരോ ന്യായീകരണ തൊഴിലാളികളോ നിഷേധിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദാഹരണങ്ങൾ, വീഡിയോകൾ പരമ്പരകളായി തന്നെ കാണിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നത് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു, ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും സഹാബത്തിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടും ഇയാളും ഇയാളെ പോലെയുള്ള ആളുകളും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നബിദിനാഘോഷം നടത്തി വരുന്നത് എന്നതുകൊണ്ടാണ് നബിദിനാഘോഷത്തെ നാം ഈ രൂപത്തിൽ വിമർശിക്കേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി സമൂഹം മനസ്സിലാക്കുക. എന്നാൽ ഇയാളെ പോലെയുള്ള ആളുകൾ
സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയതുപോലെ ആഖിറു സമാനിൽ കുറെ കബളിപ്പിക്കുന്ന ആളുകൾ വരുമെന്നും ആ ആളുകളുടെ കബളിപ്പിക്കലിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നും നമ്മളോട് നേരത്തെ ഉണർത്തിയത് പ്രകാരം ഇത്തരം കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നത് നബിതങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിന്റെ യാഥാർത്ഥ്യങ്ങളാണ്, അതിന്റെ പ്രായോഗിക വശങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ പൊതുസമൂഹവും പണ്ഡിത ലോകവും മുതഅല്ലിമീങ്ങളും തയ്യാറാവുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലത്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.